ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഴിക്കോടുള്ള പ്ലാനറ്റേറിയത്തിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ വലിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഓരോ റൂമുകളായിട്ടാണ് കേട്ടോ ഓരോ അത്ഭുതങ്ങളും നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് റൂമിൽ നമ്മൾ പോയപ്പോൾ ഒരു മിറർ ഹൗസാണ്, കംപ്ലീറ്റ് കണ്ണാടികളാണ്. പല തരത്തിലുള്ള ഇമേജസ് നമുക്ക് ഈ ഒരു റൂമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നന്നായിട്ട് കാണാനുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഹൊറിസോണ്ടലായിട്ട് ഇമേജ് കാണുക. അപ്പോൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തിരശ്ചീനമായിട്ട് കാണുക. അതേപോലെ തന്നെ പലതരത്തിലുള്ള കണ്ണാടികൾ, കലിഡോസ്കോപ്പാണത്. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എന്താ പറയുക, അറ്റൊന്നും കാണാത്ത രീതിയിൽ അങ്ങനെ പോവും. പിന്നെ മിററിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പലതരത്തിലുള്ള കാര്യം. പിന്നെ ഇവിടെ എത്തുമ്പോൾ ലൈറ്റിനെ കുറിച്ചാണ്, പ്രകാശത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ സയൻസ് പഠിക്കുമ്പം അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഈ മിററിൻ്റെ ചിത്രത്തിൽ മിററിനെ കുറിച്ചതാണ് കേട്ടോ. പല ഷേപ്പിലുള്ള കോൺ ഷേപ്പിലും അതേപോലെ തന്നെ പല ആകൃതിയിലുള്ള മിറേഴ്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഭാഗങ്ങളായിട്ടാണ് കാണുക കേട്ടോ. അതിൽ നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഇൻഫിനിറ്റ് ട്രെയിൻ. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് അറ്റമില്ല, അതായത് അവസാനമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയും കൂടിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇമേജ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരുപാട് ആളുകൾ വന്നിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇവിടെ ഈ ആൾ ഇങ്ങനെ ഒരു കാലൊക്കെ പൊന്നിച്ച് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഷേപ്പ് അവിടെ വേറെ ആയിട്ടായിരിക്കും കാണുക. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇറേസ് ദ ഫിഗർ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അതിൽ ഓരോ ഷേപ്പുകളായിട്ട് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ രൂപം അവിടെ, ഇതൊരു വാനിഷിങ് ഇമേജ് പറയും കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ നമ്മളുണ്ട്, പക്ഷേ മറ്റേ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മളവിടുന്ന് അപ്രത്യക്ഷമായിട്ടാണ് കാണുക. അതുപോലെ എക്സിറ്റും എൻട്രൻസും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോ ഭാഗത്ത് കൂടെ ഏതിയെ പോയി ഏതിയെ വന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് വ്യൂ ആണ് നമുക്ക് കിട്ടുക. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പിന്നെ ഇൻഫിനിറ്റി വാളാണ് കേട്ടോ, ഇൻഫിനിറ്റി വെല്ലാണ്. അതായത് ഇതിൻ്റെ മുകൾ ഭാഗം ശരിക്കും ഗ്ലാസ് ആണ്, പക്ഷേ ആഴത്തിലുള്ള ഒരു കിണറാണ്, അതിൻ്റെ അറ്റം കാണാത്ത പോലെ. ഇത് നമ്മുടെ ആറന്മുള കണ്ണാടിയാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ആറന്മുള കണ്ണാടിയാണ് ഇതുള്ളത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെയും ഉൾഭാഗം എന്ന് പറയുന്നത് അവസാനിക്കാത്ത തരത്തിലുള്ള ആ ഒരു ആഴം, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ദൂരം നമുക്ക് കാണാനേ പറ്റില്ല, എത്രയാണ് നല്ലത്. പിന്നെ ഇത് നല്ല രസമുള്ളൊരു ബോക്സ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ തലയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 പുറം കണ്ണാടികളാണ്. അപ്പോൾ അതിങ്ങനെ പലതരത്തിൽ കാണും. അത്രയായിരുന്നു ആദ്യത്തെ റൂം. ഇത് ഫൺ സയൻസ് പറഞ്ഞിട്ടുള്ള വേറൊരു റൂമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഓരോ റൂമുകളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ കാണാൻ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിങ്ങനെ തിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് റൈസിങ് ഇമേജ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അക്രോബാറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കുകൾ. അപ്പോൾ അതൊക്കെ സയൻസിൽ നമ്മൾ പഠിക്കുന്ന അതിൻ്റെ പ്രഷർ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ജോമെട്രിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഹോട്ട്സ്പോട്ട് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വെർച്വൽ മാപ്പുകളുണ്ട്. അപ്പോൾ മാപ്പിന് പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഓരോന്നിൽ തൊട്ട് കഴിഞ്ഞാൽ ഓരോ സൗണ്ടുകളാണ് കേട്ടോ വരിക. ഒരു ബസർ പോലൊരു സംഭവം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സപ്തസ്വരങ്ങളൊക്കെ പോലെ സ്വരങ്ങൾ നല്ലോണം നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൽ 3 അവസ്ഥകൾ, ഖരവും ദ്രാവകവും വാതകാവസ്ഥ, അങ്ങനെ 3 കൂടി ഇതിൽ വരും. ലിക്വിഡായിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ പെയിൻ്റല്ല, പെയിൻ്റ് ഇങ്ങനെ നമുക്കിതിങ്ങനെ മാറ്റും തോറും ഇതിങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നും. നമുക്ക് ആ ഒരു പെയിൻറ്റുകൾ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള പാറ്റേൺസ് ഇവിടെ കാണാൻ പറ്റും. ഓരോ പാറ്റേണും നല്ല മനോഹരമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് ഇതിൽ എത്രത്തോളം ക്ലിയറായി കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, എന്നാലും വന്ന് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ഓരോ പാറ്റേൺസ്. ഇത് മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ടാപ്പ്, ഇത് നല്ല രസം തോന്നി. ഈ ഒരു ടാപ്പിലൂടെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് നിറയേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതെല്ലാം അത് സംഭവിക്കുന്നുണ്ടെന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നിറഞ്ഞു പോകുന്നൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ
ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പിന്ന് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു, നിറച്ച് പിന്നുകളാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ തറയ്ക്കൊന്നുമില്ല. നമുക്കവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് അവിടെ പിൻ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ആ ഷേപ്പ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ബാക്കിൽ നിന്ന് ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ നോക്കുമ്പോൾ ഇതൊരു നെയിൽ ബെഡാണ്, നിറച്ച ആണികളാണ്. അപ്പോൾ ഈ കാണുന്ന ബ്ലാക്ക് എല്ലാം മെത്തയ്ക്ക് പകരമാണ്, ഇതെല്ലാം ആണികളാണ്. പക്ഷെ അറ്റ് എ ടൈം നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മേത്ത് തറയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഉള്ളത് ഇതങ്ങനെ ഒരു ബോൾ പോലത്തെ സംഭവമൊക്കെ ഇങ്ങനെ കാണാം. അപ്പോഴാണ് ഇങ്ങനൊരു കൊട്ട പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കേണ്ടത്, അതിൽ കയറി ഇരുന്നിട്ട് അവനിങ്ങനെ റൗണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ. അത് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൻ്റെ ഒരു കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ളതല്ല, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞുകൊണ്ട് ഭൂമി അച്ചുതണ്ടിൽ ചെരിഞ്ഞ പോലെയാണ്. പിന്നെ അവിടെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ചുറ്റുപുറമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 റൂമിൽ ഇപ്പോൾ പോയി വന്നു. ഇത് അതിൻ്റെ പ്ലാനറ്റോറിയത്തിൻ്റെ എൻട്രൻസിലേക്ക് വരുന്ന ആ ഭാഗമാണ് കേട്ടോ. നമ്മളവിടെ കയറി വരുന്ന ഭാഗമാണ്, അതായത് മിഡിൽ പോർഷനാണിത്. ഇവിടുന്ന് ലെഫ്റ്റിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇവിടുന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഒരു സൈഡിലുള്ള കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ ആ ഒരു 3D ഷോ കാണാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഫൺ സയൻസും മിററും ഒക്കെ കാണാൻ പോയി. ഇനി നെക്സ്റ്റ് ടൈമിൽ നക്ഷത്ര ബംഗ്ലാവും അതേപോലെ തന്നെ അക്വാ ലൈഫ് കോർണർ, അതിലേക്കാണ് നമ്മൾ ആദ്യം പോയത് കേട്ടോ. ഇവിടെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പല തരത്തിലുള്ള മീനുകൾ കേട്ടോ. ഞാനിപ്പോൾ ഓരോന്നിനെയും പേരെടുത്തിട്ട് വായിച്ച് പറയുന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും വന്നോളൂ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കൃത്യമായി ചില ഭാഗങ്ങളിലൊന്നും പേരൊക്കെ ഉണ്ടെങ്കിലും മീനൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഇല്ലാഞ്ഞതാണോ എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും പല വെറൈറ്റിയിലുള്ള മീനുകളെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ അത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ കളറുകൾ നല്ല ചന്തമാണ്, പല ഡിസൈനിലൊക്കെ ഉള്ളതും പല വലുപ്പത്തിലും. ചില ഭാഗത്തൊക്കെ ചെല്ലുന്ന സമയത്ത് മീൻ എവിടെയാണെന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണം. കാരണം നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഷേപ്പിലൊക്കെ ഉള്ള മീനുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പം കുഴപ്പമില്ല. കബൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മീനിൻ്റെ പേരൊക്കെയാണ്, നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ തിലോപ്പിയ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ചില മീനുകളൊക്കെ നമ്മൾ വല്ലവിടെയൊക്കെ കേട്ട് പിരാന, ഇതിപ്പോൾ പിരാനയാണോ എന്താ സംഭവം നമുക്കറിയില്ല. ഓസ്കാർ ഫിഷാണ് ഇവിടെ ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 തരം മീൻ ഇതിൽ ഉള്ളിൽ കാണുന്നുണ്ട്, 2-3 തരം. ഇതിൽ ഏതാണ് ഈ ഓസ്കാർ ഫിഷ് നമുക്കറിയില്ല. അതെല്ലാം ഒന്ന് തന്നെയാണോന്നും അറിയില്ല, എല്ലാറ്റിനും കൂടി പറയുന്ന പേരാണോന്നും അറിയില്ല. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ളൊരു ഫിഷ് ടാങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അതിലും കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ, ഗപ്പികളായിരുന്നു അതിലുണ്ടായിരുന്നത് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ചീങ്കണ്ണി മത്സ്യം അങ്ങനെയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ സംഭവങ്ങൾ. കുഴപ്പമില്ല. എന്തായാലും അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഹാൾ ഓഫ് ഓഷ്യനാണ്. ഇവിടെ പ്രധാനമായിട്ടും സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാട്ടോ. അപ്പോൾ സയൻസ് എന്ന് പറയുമ്പം ഇത് എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു പോർഷനിൽ ഭൂമിയുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ. ഭൂമിയുടെ ഓരോ പോർഷനായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ് മൂടിയത്, പിന്നെ മലനിരകൾ, ഐലൻഡുകൾ, പിന്നെ സമുദ്ര അന്തർഭാഗങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇപ്പം ഭൂമിയിൽ തന്നെ പല ഭാഗങ്ങളും പല തരത്തിലാണല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട്. തണുത്തുറഞ്ഞ ആ ഒരു ഗ്രഹത്തിൻ്റെ ഒരു സൈഡ് കാണിക്കുന്ന പോലെയൊക്കെ അങ്ങനത്തെ കുറേ വിഷ്വൽസൊക്കെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ ഒന്നുകൂടി ഫാസ്റ്റിലാണ് ഞങ്ങൾ പോയി കണ്ടത്. ഓരോന്ന് വായിച്ച് നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഇത് ഉപ്പുണ്ടാക്കുന്നതാണ്, കടലിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സോൾട്ട് ഫ്രം സീ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓരോ ഭാഗത്തായിട്ടും നമുക്ക് ഇവിടെ പലതരത്തിലുള്ള കളികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അതായത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ മൂവ്മെൻറ്റൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്ലിപ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കണ്ടുപിടുത്തം, പിന്നെ സുനാമി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിൻ്റെ റീസണും അതേപോലെ അതുണ്ടാവുമ്പം പ്രകൃതിയിൽ വരുന്ന ആ മാറ്റങ്ങൾ, അങ്ങനെ അതുമായി റിലേറ്റ് ചെയ്തിട്ട് പപ്പു എന്തൊക്കെയോ ഇവിടെ ഇങ്ങനെ ബസറംത്തണ പോലെ കുറേ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ ഉൾഭാഗം, പവിഴപ്പുറ്റുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ നല്ല രസമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വരുമ്പം ഭൂമി ഭ്രമണം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാഴ്ചകൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന
തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, കപ്പലുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അത്രയും കവർ ചെയ്ത് വരുമ്പോഴേക്കുമാണ് അടുത്ത ഷോയുള്ള സമയമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് ഓടി. ഇതിൻ്റെ ഉള്ളിൽ മൊബൈൽ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ നക്ഷത്ര കാഴ്ചകൾ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അതെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അപ്പുറത്തെ ക്യാൻറ്റീനിൽ നിന്ന് കണ്ടപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടോ നോക്കാൻ പോയതാണ്. അവിടെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് തിരിച്ച് ഫ്രണ്ടിലോട്ട് വരികയാണ്. അപ്പോൾ പാർക്കിലൊന്നും നേരത്തെ നമുക്ക് പോകാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് 3D ഷോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഓടുകയാണ് ചെയ്തത്. അതുകൊണ്ട് വരുന്ന സമയത്ത് ഇതൊന്നും കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇറങ്ങിയതിന് ശേഷം തിരിച്ചു വരുമ്പം നമുക്ക് പാർക്കിലൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒരു ഊഞ്ഞാലാടും കളികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് തിരിച്ച് ആ വഴി തന്നെ വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കയറി വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് കയറിപ്പോയത് കേട്ടോ. പിന്നെ ഇവിടെ പലതരത്തിലുള്ള ശില്പങ്ങളുണ്ട്. ഇവിടെ ഗാന്ധിജി ചർക്കയിൽ നൂല് നൂൽക്കുന്നതായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ശില്പം ഇവിടെ കാണാൻ സാധിക്കും നമുക്ക്. പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കളിക്കണ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ നല്ല ഹെർബൽ, അതായത് ആയുർവേദിക്കായിട്ടുള്ള കുറേ ചെടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറേ ശില്പങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഊഞ്ഞാലുകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെ വരികയാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ കുറച്ച് നേരം അധികം ഇരുന്നിട്ട് നമുക്കിങ്ങനെ ഊഞ്ഞാലാടാം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ഊഞ്ഞാൽ ഒഴിഞ്ഞ് കണ്ടപ്പം അപ്പവും പോയിട്ടൊന്ന് ആടി നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയും, അതായത് എത്ര സ്ഥലം ഇനിയും കാണാനുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളെല്ലാവിടെയും അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരിച്ച് നമുക്ക് കൃത്യസമയമാകുമ്പോഴേക്കും ട്രെയിനിൻ്റെ സമയമാകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പോയി തിരിച്ച് താഴെ വരുന്ന ഒരു ഗെയിമായിരുന്നു അത്. പിന്നെ അപ്പോഴേക്കും കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇത് നടുവിലൂടെ നമുക്ക് നടന്ന് വരാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ തരത്തിലുള്ള കളിക്കാനുള്ള, കയറി ഇരുന്ന് ഊഞ്ഞാലാടുന്ന ടൈപ്പിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അല്ലാണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളിക്കാനുള്ള സംഭവങ്ങളൊന്നുമല്ല. ഏതായാലും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. അവർക്കിപ്പോൾ 2-3 ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റിയും മറിച്ചും ചെയ്ത് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ശില്പം ഇവിടെ ഉണ്ട്. പിന്നെ മുന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് കുട്ടികൾ ഇതേപോലെ തന്നെ ഊഞ്ഞാലാടുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടെ വലിയ ഓരോന്നിൻ്റെയും രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ലിൽ കൊത്തി വയ്ക്കുകയല്ല, വലിയ രൂപങ്ങളാണ്. തെറിയം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കാണുന്നത് പേരൊക്കെ കേട്ടോ. പേരൊക്കെ അതിൽ നമുക്ക് കേൾക്കാത്ത പേരുകളൊക്കെയാണ് ഇതിലുള്ളത്. പെട്ടെന്ന് ഒരു ഫെമിലിയർ അല്ല അത്രത്തോളം പേരുകളൊന്നും കേട്ടോ. അപ്പം കയറി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഓടിച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം വേഗം എത്തേണ്ടത് കൊണ്ട്. പിന്നെ ഇവിടെ മുതലയുടെ ഷേപ്പിലുള്ള സംഭവമുണ്ട്, പിന്നെ ദിനോസർ ഉണ്ട്, അങ്ങനെ കുറച്ച്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ 3-4 ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ കഴിഞ്ഞെണീറ്റ് പോയ സമയത്ത് അവിടെ നിന്ന് ഫ്രീ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു കാറും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ജയൻറ്റ് ലിവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് തന്നെ ഞാൻ വീണ്ടും വന്ന സമയത്ത് നേരത്തെ കണ്ട ശില്പങ്ങളുടെ ഒപ്പം തന്നെ ഉള്ളതാണ് കേട്ടോ. അതൊക്കെ ദിനോസറും വലിയൊരു ആമയുടെ ശില്പമൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആന, ദിനോസറിൻ്റെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു സൈഡിൽ ആനയുടെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ജയൻറ്റ് ലിവർ കേട്ടോ. ഒരു സൈഡിൽ നിന്ന് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ഈ കാർ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതാണ് അവിടെ കുറച്ച് പേര് നിന്നിങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് നന്നായിട്ട്. അപ്പം ആ സമയത്ത് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഓരോ കളിക്കണ സാധനങ്ങളിലൊക്കെ ഒന്ന് കയറി പോയി. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ഊഞ്ഞാലിരുന്ന് ആടി. അതിന് നമുക്കൊരു കുറവില്ല, നമുക്ക് അതല്ലേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ നന്നായിട്ട് ഊഞ്ഞാലിരുന്ന് ആടി. അപ്പോൾ ഇവരൊന്ന് ഇതുപോലെ വലിച്ച് നോക്കാൻ വേണ്ടി ഒന്ന് പോയത്. അപ്പോൾ കാറ് മെല്ലെ പൊങ്ങണ കണ്ടോ. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കുക, അപ്പോൾ കാറിങ്ങനെ പൊങ്ങും. അത്രയേ ഉള്ളൂ അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് വേഗം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഹോട്ടൽ എവിടെയാണെന്നുള്ളത് നോക്കിയിരുന്നു. അപ്പോൾ അവിടെ മുന്നോട്ട് പോയപ്പോൾ തന്നെ പറഞ്ഞു, അവിടെ നിന്ന് ഗേറ്റ് കടന്നാൽ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ബിരിയാണി കിട്ടുന്ന ഹോട്ടലുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെന്ന സമയത്ത് നമ്മൾ 4 ടൈപ്പ് ബിരിയാണി ഓർഡർ ചെയ്തു. കാട കോഴിയുടെ ബിരിയാണി, ബീഫ്, മട്ടൺ, ചിക്കൻ, ഇതാണ് 4 ഓർഡർ ചെയ്തത്.
വിശപ്പും ഉണ്ട്, പിന്നെ ഒന്നിനും വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.